അടുത്ത 3 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാവുന്നതും 100% വരെ റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ 6 മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 6 സ്റ്റോക്കുകളെ പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മാക്വറി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒന്നാമത്തെ സ്റ്റോക്ക് IRCTC. 729 രൂപയ്ക്ക് അടുത്ത് വിലയുള്ള IRCTCക്ക് മാക്വറി ബൈ എന്ന റേറ്റിംഗും 900 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 25% അപ്സൈഡിലുള്ള ടാർഗറ്റ്. ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടിക്കറ്റിംഗ് സെക്ടറിലെ മൊണോപ്പൊളി തന്നെയാണ് ഈ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകാനുള്ളതിൻ്റെ പിന്നിലെ പ്രധാന കാരണം. റെയിൽ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ആകുന്നതും മോഡേണൈസേഷൻ നടക്കുന്നതും മെച്ചപ്പെട്ട കണക്ടിവിറ്റിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ IRCTCയുടെ ഫ്രീ ക്യാഷ് ഫ്ലോയിൽ 30% വർധനവ് വന്നേക്കാം. ഇത് കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലും 30% വളർച്ച കൊണ്ടുവരും എന്നാണ് മാക്വറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ കമ്പനിയുടെ നെറ്റ് ക്യാഷ് പൊസിഷനും മികച്ചതാണ്. റെയിൽ നെറ്റ്വർക്കിൽ കൂടുതൽ എക്സ്പാൻഷൻ വരുന്നതോടുകൂടി കമ്പനിക്ക് ടിക്കറ്റിംഗ് സെക്ടറിൽ നിന്നും മികച്ച വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാറ്ററിംഗ് സെക്ടറിൽ വെണ്ടർമാരിൽ നിന്നും ഉയർന്ന ലൈസൻസിംഗ് ഫീസ് ഈടാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന 3 വർഷത്തിനുള്ളിൽ കമ്പനി കൃത്യമായ വളർച്ച പുറത്തുവിടും, അല്ലെങ്കിൽ കൃത്യമായ വളർച്ച നേടിയെടുക്കും എന്നാണ് മാക്വറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് ഓട്ടോ ആൻസിലറി കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു പ്രശസ്ത കമ്പനിയായ യൂണോമിൻഡോ. യൂണോമിൻഡോയ്ക്ക് ഔട്ട് പെർഫോം എന്ന റേറ്റിംഗും 1157 രൂപയുടെ ടാർഗറ്റ് നൽകി. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 32% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നൽകിയിരിക്കുന്നത്. പവർ ട്രെയിൻ, ആഗ്നോസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പോലുള്ള ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉള്ള കമ്പനിയാണ് യൂണോമിൻഡോ. ഇന്ത്യയുടെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രീമിയറൈസേഷൻ, കൂടാതെ EV സെക്ടറിലുണ്ടായിരിക്കുന്ന വളർച്ച എന്നിവയുടെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ മാർജിനിൽ 25% വളർച്ച മാക്വറി പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം തന്നെ 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയറിലും സുസ്ഥിരമായ വളർച്ച വരുമെന്നാണ് മാക്വറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1157 രൂപയുടെ ടാർഗറ്റാണ് യൂണോമിൻഡോയ്ക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ആദിത്യ ബിർള ക്യാപിറ്റൽ. ആദിത്യ ബിർള ക്യാപിറ്റലിന് ഔട്ട് പെർഫോം എന്ന റേറ്റിംഗും 260 രൂപയുടെ ടാർഗറ്റും നൽകി. 190 രൂപ വിലയുള്ള സ്റ്റോക്കാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 41% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ആദിത്യ ബിർള ക്യാപിറ്റലിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. 2% ROA, അതായത് റിട്ടേൺ ഓൺ അസറ്റിലേക്ക് കമ്പനി ഉയരുകയാണ്. കൂടാതെ NBFC സെക്ടറിൽ വരുന്ന വാല്യൂ അൺലോക്കിങ്ങും ആദിത്യ ബിർള ക്യാപിറ്റലിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങുന്നതിന് പിന്നിലെ ഒരു പ്രധാന പോയിൻ്റായി മാക്വറി നിർദ്ദേശിക്കുന്നു. മറ്റൊരു സ്റ്റോക്ക് ദേവയാനിക്ക് ഔട്ട് പെർഫോം എന്ന റേറ്റിംഗും 215 രൂപയുടെ ടാർഗറ്റും നൽകി. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 44% അപ്സൈഡിലുള്ള ടാർഗറ്റ്. റീസെൻ്റ്ലി പ്രഖ്യാപിച്ച ബഡ്ജറ്റ് സെഷനിൽ ഈ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ സെക്ടറിലെ കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നികുതി ഇളവും സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തും മൂലം അടുത്ത ക്വാർട്ടർ മുതൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയറിൽ 50%-അടുത്ത് CAGR കൂടിയുള്ള വളർച്ചയാണ് മാക്വറി പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 215 രൂപയുടെ ടാർഗറ്റ് നൽകുന്നത്. അതായത് സ്റ്റോക്കിൻ്റെ വില ഇരട്ടിയാകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ദേവയാനി ഇൻ്റർനാഷണൽ. മറ്റൊരു സ്റ്റോക്ക് ഡെലിവറി സെഗ്മെൻറ്റിലെ, അല്ലെങ്കിൽ കൊമേഴ്സ് സെഗ്മെൻറ്റിലെ ഒരു സ്റ്റോക്കാണ്. മാക്വറി ഔട്ട് പെർഫോം എന്ന റേറ്റിംഗും 380 രൂപയുടെ ടാർഗറ്റുമാണ് ഡെലിവറിക്ക് നൽകിയത്. 260 രൂപ വിലയുള്ള സ്റ്റോക്കാണ് ഡെലിവറി. ഇന്ത്യൻ കൊമേഴ്സ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന എക്സ്പാൻഷനാണ് ഒരു പ്രധാന കാരണം. അതുപോലെ തന്നെ മാക്വറിയുടെ ഒരു പ്രധാന ക്ലയൻറ്റായ മീഷോയുടെ വളർച്ചയും മാക്വറിയുടെ ലോങ് ടൈം ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. വരുന്ന 2 മുതൽ 3 വർഷം സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇരട്ടിയിലധികം റിട്ടേൺ സ്റ്റോക്ക് നൽകാൻ സാധ്യതയുണ്ട്. 380 രൂപയുടെ ടാർഗറ്റാണ് ഡെലിവറിക്ക് മാക്വറി നൽകിയിരിക്കുന്നത്. അവസാന സ്റ്റോക്ക് ലെമൺ ട്രീ ഹോട്ടൽസിന് ബൈ എന്ന റേറ്റിംഗും 210 രൂപയുടെ ടാർഗറ്റും നൽകി. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 64% അപ്സൈഡിലുള്ള ടാർഗറ്റ്. ലെമൺ ട്രീ ഹോട്ടൽ എന്ന കമ്പനി മിഡ് മാർക്കറ്റ് സെഷനിലേക്ക്, അതായത് മിഡ് ടയർ പട്ടണങ്ങളിലേക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നത്. കമ്പനിയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ 40% ഉയരാൻ സാധ്യതയുണ്ട്. കൂടാതെ ഏർണിംഗ് പെർ ഷെയറിൽ 14% വർധനവും എബിറ്റയിൽ 10% വർധനവും കമ്പനിയുടെ റവന്യൂവിൽ 4% വർധനവും മാക്വറി പ്രതീക്ഷിക്കുന്നു. ഈ ഫാക്ടറുകളുടെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ 40% വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലെമൺ ട്രീ ഹോട്ടലിന് ബൈ എന്ന റേറ്റിംഗും 210 രൂപയുടെ ടാർഗറ്റും നൽകിയത്.